നടുവട്ടം ഇടവകയിൽ പ്രവർത്തിക്കുന്ന എഫാത്ത പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നോമ്പുകാല പരിഹാര പ്രദക്ഷിണം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു ചാക്കുവസ്ത്രം ധരിച്ച് അനുതാപത്തിൻ്റെ ശുശ്രൂഷയായ, സ്നേഹത്തിൻ്റെ ശുശ്രൂഷയായ കാലുകഴുകൽ ശുശ്രൂഷയുടെ മുന്നോടിയായി ഞങ്ങൾ ഇങ്ങനെ ഒരു തീർത്ഥാടനം നടത്തുകയാണ് മലയാറ്റൂരിലേക്ക്. അപ്പോൾ 48 യുവജനങ്ങൾ വരുന്ന ചൊവ്വാഴ്ച കാലുകഴുകൽ ശുശ്രൂഷ നടത്തുകയാണ്. ആ കാലുകഴുകൽ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പരിഹാര പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 48ഓളം യുവജനങ്ങളും അവരുമായി ബന്ധപ്പെടുന്ന കുടുംബാംഗങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ ആയിട്ട് 150-150ഓളം പേരുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പരിഹാര പ്രദക്ഷിണമായി ഞങ്ങൾ മലയാറ്റൂർ പോകും. മലയാറ്റൂർ പോയി തിരിച്ചിറങ്ങും. അത് കഴിഞ്ഞിട്ട് വലിയ ആഴ്ചയിൽ ചൊവ്വാഴ്ചയിൽ ഈ 48 പേരും നടുവട്ടം ഇടവക ദേവാലയത്തിൽ വെച്ച് കാലുകഴുകൽ ശുശ്രൂഷ നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കമാണ് ഞങ്ങൾ നടത്തുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളോടൊപ്പം അണിചേരാം. ഞങ്ങൾ മലയാറ്റൂർ മുകളിലേക്ക്, മുത്തപ്പൻ്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ യാത്ര നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സന്തോഷത്തോടെയാണ് നമ്മൾ ഇന്ന് മല കയറുക. നമ്മളുടെ ഈ എഫാത്ത ടീമിൻ്റെ നേതൃത്വത്തിൽ പുണ്യമുട്ട ഈ സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് കയറുമ്പോൾ ഓരോ നിയോഗം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒപ്പം നമ്മുടെ ഈ ഒരു സംഘടനയുടെ നിയോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് തിന്മയ്ക്കെതിരെ പോരാടാനായിട്ട്, മദ്യത്തിനെതിരെ പോരാടാനായിട്ടുള്ള നമ്മുടെ ആ വലിയൊരു ആഗ്രഹം അത് സാധ്യതമാകട്ടെ. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ, കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ, ഒപ്പം നമ്മുടെ സംഘടനയുടെ പൊതുവായിട്ടുള്ള നിയോഗങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് ഈ പുണ്യ സ്ഥലത്തൂടെ നീങ്ങാം. തീർച്ചയായിട്ടും തോമാസ് ശ്രീയുടെ വലിയ അനുഗ്രഹം ഉണ്ടാവും, മധ്യസ്ഥ ഉണ്ടാവും. പുണ്യപ്പെട്ട ഒരു നാട്ടിലാണ് നമ്മളായിരിക്കുക. പുണ്യപ്പെട്ട ഈ പുണ്യ സ്ഥലത്താണ് നമ്മൾ കയറുക. പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. ദൈവം നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ശിഷ്യനായ തോമാസ് ശ്ലീഹ ഞങ്ങൾക്ക് പകർന്നു നൽകിയ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മല ചവിട്ടുമ്പോൾ കർത്താവെ, അങ്ങയുടെ ശിഷ്യനായ തോമാസ് ശ്ലീഹയ്ക്ക് ഉണ്ടായിരുന്ന ആ വിശ്വാസ ധൈര്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. വിശ്വാസം പ്രഘോഷിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങളുടെ കൂട്ടായ്മ ഉയർത്തുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവ് നീ കരുണ കാണിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ സംഘടനയുടെ ഇടവകയുടെ ആവശ്യങ്ങൾ എല്ലാം അങ്ങയുടെ പക്കൽ സമർപ്പിക്കുന്നു. യേശു എന്നുള്ള നാമത്തിൽ ഇന്ന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹാ സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹാ സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, നോക്കട്ടെ. മദ്യത്തിനെതിരായിട്ട്, മയക്കുമരുന്നിനെതിരായിട്ട് പോരാടി നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ശക്തമായിട്ട് മുന്നേറുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. ഏതാണ്ട് 10-200 കുടുംബങ്ങളെ രക്ഷിക്കുവാനായിട്ട് തീരുമാനമാക്കിയ ഗ്രൂപ്പാണ്. പ്രത്യേകിച്ച് മദ്യപാനത്തിനകപ്പെട്ട മക്കളെ രക്ഷിക്കുവാനും അതുപോലെ തന്നെ തിന്മയ്ക്കെതിരെ പോരാടുവാനുമായിട്ട് ഈ ഒരു സംഘടനയിലൂടെ 10-25 വർഷമായി നിയോഗം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നിയോഗങ്ങൾ നമുക്ക് തോമാസ് ശ്ലീഹയുടെ ഈ ഭാഗത്തിൽ ലഭിക്കാം. വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് എല്ലാ കുടുംബങ്ങളെയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മയക്കുമരുന്നിനും മദ്യപ്പെട്ടു പോയി രക്ഷപ്പെട്ടു പോയിരിക്കുന്നവരെ നിലനിർത്താൻ വേണ്ടി, കുടുംബങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി വരുവാനായിട്ടുള്ള കൃപ യാചിച്ചുകൊണ്ട് അത് പ്രധാന നിയോഗമായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു.
സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗൗൽത്താ വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങ് സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങൾ അറിയിച്ച കർത്താവേ, ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാവുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മരണത്തിനായി വിധിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ അറിയാത്ത കുറ്റങ്ങൾ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നിൽ കൈവല്യധാരാമിൻ കാരുണ്യം കൈക്കൊണ്ടു കഥനത്തിലാഴ്ത്തി നിന്നെ അവസാന വിധിയിൽ നീ അലിവാർന്നു ഞങ്ങൾക്ക് അരുളേണമേ നാഗഭാഗ്യം. അവസാന വിധിയിൽ നീ അലിവാർന്നു ഞങ്ങൾക്ക് അരുളേണമേ നാഗഭാഗ്യം. മുത്തപ്പോ പൊന്മലകേറ്റം, മുത്തപ്പോ പൊന്മലകേറ്റം, മുത്തപ്പോ പൊന്മലകേറ്റം, മുത്തപ്പോ പൊന്മലകേറ്റം, മുത്തപ്പോ പൊന്മലകേറ്റം, മുത്തപ്പോ പൊന്മലകേറ്റം, 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 മുത്തപ്പോ പൊന്മലകേറ്റം, മുത്തപ്പോ പൊന്മലകേറ്റം, മുത്തപ്പോ പൊന്മലകേറ്റം, മുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നും കുരിശുമല മുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നും കുരിശുമല മുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നും കുരിശുമല മുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നും കുരിശുമല മുത്തപ്പോ പൊന്മലകേറ്റം, 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 മുത്തപ്പോ 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 പൊന്മലകേറ്റം, പൊന്നും കുരിശുമല മുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നും കുരിശുമല മുത്തപ്പോ പൊന്മലകേറ്റം, 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 മുത്തപ്പോ പൊന്മലകേറ്റം, മുത്തപ്പോ പൊന്മലകേറ്റം. ഞങ്ങളുടെ ലോകം പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകേണമേ. ഒന്നാം സ്ഥലം ഈശോമിശിഹ മറഞ്ഞു വിധിക്കപ്പെടുന്നു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ വീട്ടിൽ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ നോക്കുക, ചമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പെട്ട വസ്ത്രങ്ങൾ, തലയിൽ മുഴുമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ കറിക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരേണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധി വാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നു. എങ്കിലും അവിടെ നിന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എന്റെ ദൈവമേ, കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിൽ വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപ്പോലെ സമുചിതനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവർ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആഹാരം
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, കൃപയിൽ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും, ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. രണ്ടാം സ്ഥലം ഈശോമിശിഹായെ കുരിശിൽ വെക്കുന്നു. ഭാരമേറെ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക, സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു, പത്രോസ് അവിടുത്തെ പരിചയിച്ചു, മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തി കണ്ടവരും അവരുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ ഇവിടെ ഒശാനപാടി എതിരേറ്റവരും നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാൻ ഒരു ആശ്വാസം പറയുവാൻ ആരുമില്ല. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് വന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം നോക്കുന്നവരെ ആശ്വസിക്കുന്ന കർത്താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവെ അനുഗ്രഹിക്കണമേ. ദിവ്യപാദങ്ങൾ കുരിശി. മൂന്നാം സ്ഥലം ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ട് വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു, പട്ടാളക്കാരടിക്കുന്നു, ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. അവിടുന്ന് ഒന്നും മിണ്ടുന്നില്ല. കർത്താവെ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവെ, എനിക്ക് വീഴ്ചയുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശോട് വഹിക്കാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇനി ഞങ്ങൾ തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിച്ചുകൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങയുടെ ഹൃദയത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ശ്രമിക്കണമേ. എന്താ മലയാറ്റൂർ
നാലാം സ്ഥലം ഈശോ വഴി വെച്ച് മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങ് കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു. കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം സുമന്യ ദേവാലയത്തിൽ കാഴ്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. എന്റെ ഹൃദയത്തിൽ വാൾ കിടക്കുമെന്ന് പരിശുദ്ധനായ ശിമയോൻ അന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിൽ നിസാര സങ്കടങ്ങൾ നമുക്ക് സൗഭാഗ്യം നൽകുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദൈവരക്ഷിതാവേ, സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിന്റെ സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ചെയ്തവരോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. രാജ്യമേ പാപികളായ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പൊന്മലകേറ്റം 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 അതെ ഇതൊരു പ്രാർത്ഥന ഞാൻ കരുത്തിലാണ് നിങ്ങൾ കൂടി നിർത്തിയ മനുഷ്യര് ദിവ്യപാദങ്ങൾ പുരുഷനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ ദിവ്യപാദങ്ങൾ. 5-ാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേക്കുമ്പോൾ ആരാധിക്കുന്നു. എന്റെ വടനാല് വിശുദ്ധ കുരിശ ലോകത്തെ വീണ്ടെടുപ്പിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടി മുന്നോട്ടേക്ക് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കവറീൻകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോഫോസിന്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നൽകണമേ. ഞങ്ങളോട് തെറ്റിയതോടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഇടങ്ങൾക്ക് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലാപത്തിൽ ഞങ്ങളെ രക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
പൊന്മല കയറ്റം കയറ്റം പൊന്മല കയറ്റം പൊന്മല കയറ്റം കൊത്തപ്പോ പൊന്മല കയറ്റം പൊന്മല കയറ്റം പൊന്മല കയറ്റം പൊന്മല കയറ്റം പരിശുദ്ധമാകാവേ പൊന്മല കയറ്റം പൊന്മല കയറ്റം പൊന്മല കയറ്റം പൊന്മല കയറ്റം പരിശുദ്ധമാകാവേ പൊന്മല കയറ്റം പൊന്മല കയറ്റം പൊന്മല കയറ്റം മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും. അങ്ങേ ശരണപ്പെടുന്നവരാരും നിരാശരാകുകയില്ല. അവൾ ഭക്തിപൂർവം തന്റെ തുവാലയെടുത്തു. രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് നരളി ചെയ്ത വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, വേറവനിക്കായ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങേ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടാഹാരം സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തിരുമുറകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേട്ടു. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരി ചാവൊഴുക്കിയോ. എങ്കിലും രാഗശാന്തി എനിച്ചിനാലെ ലോകമൊന്നായി പാദങ്ങൾ ലോകമൊന്നായി കാണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ഏഴാം സ്ഥലം ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യഭാവങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, അങ്ങയെ ആശ്വസിപ്പിക്കാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ശക്തിയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങയെ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
നന്മ നിറഞ്ഞ മറിയമേ ക്രിസ്തു കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. യേശുനാമം പാവനം, ലോകത്തിൻ പ്രകാശമേ യേശുനാമം വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ലോകമൊന്നായി വീണ്ടെടുത്തവനേ, ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. 8-ാം സ്ഥലം ഈശോ മിശിഹ ഓർസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഓർസലേത്തിന്റെ തെരുവുകൾ ശബ്ദാനമയനമായി പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്തീൻ കൊമ്പുകളും ജൈവികളും അവർ കണ്ണുനീർ വാർത്തു കരഞ്ഞു. അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർസലേം ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്നു മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സങ്കേതമായ കർത്താവേ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും എന്താണോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. അനുഗ്രഹിക്കണമേ. മൃഗങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പരിശുദ്ധമാതാവേ, പരിശുദ്ധമാതാവേ, ഞങ്ങൾ അങ്ങേക്കുമ്പോൾ ആരാധിക്കുന്നു. ഞങ്ങൾ വന്നാൽ വിശുദ്ധ കുരിശാലോകത്തെ മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി, തലകറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു, അവിടുന്ന് താ നിലം പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പരിശുദ്ധമാതാവേ, ലോകമൊന്നായി വീണ്ടെടുത്തവനേ, കാണു ഞങ്ങൾ വണങ്ങുന്നു പാദങ്ങൾ.
പത്താം സ്ഥലം ദൈവരക്ഷന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഞങ്ങൾ അംഗീകരിക്കപ്പെട്ട് ആരാധിക്കുന്നു. കാബുൽത്തായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറാലർത്തിയ വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ആയി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാവം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കുമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കുമെന്ന് അവർ പരസ്പരം പറഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ ഭാവിച്ചെടുത്തു, എന്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്ന തിരുവെഴുത്ത് അങ്ങനെ അനർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാവം നിറഞ്ഞ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗസ്ഥലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾ ജനിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ജീവിക്കണമേ. നന്മറിഞ്ഞ പറയുന്നേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ ഞങ്ങളുടെ സമയത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോയുടെ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോ പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. 11-ാം സ്ഥലം ഈശോ മിശിഹാ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഞങ്ങൾ അംഗീകരിക്കപ്പെട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശാലോകത്തെ ബന്ധിച്ച് ഈശോയെ കുരിശിൽ കിടത്തി കൈകളും കാലുകളും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവെ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. യജമാനേക്കാൾ വലിയ ഭൃത്യനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമുറിവ് ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിറക്കണമേ. ദൈവമക്കൾ പാടുന്നു ഹല്ലേലൂയ, ചേർന്ന് പാടുന്നു ഹല്ലേലൂയ ഹോശാന, കൈകൾ കൊട്ടി പാടുന്നു ഹല്ലേലൂയ ഹോശാന, ഉച്ചസ്വരത്തിൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന, ഹോശാന ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടെടുത്തവനേ ഞങ്ങൾ വണങ്ങുന്നു. 12-ാം സ്ഥലം ഈശോ മിശിഹാ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു. എന്ന് വന്നാൽ വിശുദ്ധ ലോകത്തെ ബന്ധിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോടും ഇതാ
നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല കീറിപ്പോയി, ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടുനിന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമദീസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച മാമദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങേ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സർവ്വകൃഷ്ണനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം മൃഗത്തിലെ പോലെ അന്നു വേണ്ട ആഹാരം ഞങ്ങൾ നൽകണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ പെടുത്തരുത്. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അന്മാനവരമേ സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും അനുഗ്രഹിക്കണമേ. പഠിപ്പിച്ചുറപ്പിക്കണമേ. മുത്തപ്പോ പൊന്മല കയറ്റാം, പൊന്മല കയറ്റാം. മുത്തപ്പോ പൊന്മല കയറ്റാം, പൊന്മല കയറ്റാം. പരിശുദ്ധ മാതാവേ, പൊന്മല കയറ്റാം, പൊന്മല കയറ്റാം, പൊന്മല കയറ്റാം, പൊന്മല കയറ്റാം. പരിശുദ്ധ മാതാവേ, പൊന്മല കയറ്റാം, പൊന്മല കയറ്റാം, പൊന്മല കയറ്റാം. മുത്തപ്പോ പൊന്മല കയറ്റാം, പൊന്മല കയറ്റാം. മക്കൾ കയറ്റാം, പൊന്മല കയറ്റാം, പൊന്മല കയറ്റാം. ലോകമുന്നായി വീണ്ടെടുത്തവനെ പതിമൂന്നാം സ്ഥലം മിശിഹായുടെ മൃതദേഹം മാതാവിൻ മടിയെ കിടത്തുന്നു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, പിറ്റേ ശാബതവും. അതുകൊണ്ട് ശരീരരാത്രി കുരിശിൽ കിടക്കാൻ പാടില്ല യുദ്ധമ പറഞ്ഞു. എന്തെന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശ് തറയ്ക്കപ്പെട്ടൊരു കണങ്ങാടുകൾ തകർത്തു. ശരീരം താഴെ ഇറക്കുന്നത് അവർ പീലാത്തോസ് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായുടെ കൂടെ കുരിശ് തറയ്ക്കപ്പെട്ടിരുന്ന രണ്ടുപേരും കണങ്ങാടുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ കണങ്ങാണുകൾ തകർത്തില്ല. എങ്കിലും പടയാളികൾ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തം വെള്ളം ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിൻ മടിയെ കിടത്തി. ഏറ്റവും വ്യാകുല മാതാവ്, അങ്ങനെ വത്സലപുത്രൻ മടിയെ കിടന്നുകൊണ്ട് മൂകമായ ഭാഷാന്തി യാത്ര പറയുമ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദൈവമാനം ആദ്യമായി കയ്യിലെടുത്തത് മുതൽ രാവിലത്തെ വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയെ തെളിഞ്ഞു വന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങൾ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. തിരുമനസ്സ് വേണ്ട ആഹാരം നിങ്ങൾക്ക് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ പ്രളയത്തിൽപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങയോട് അങ്ങയുടെ ഫലമായി ഈശോ കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ ചേർക്കണമേ. പരിശുദ്ധ മാതാവേ, പൊന്മല കയറ്റാം, പൊന്മല കയറ്റാം, പൊന്മല കയറ്റാം. പരിശുദ്ധ മാതാവേ, പൊന്മല കയറ്റാം, പൊന്മല കയറ്റാം. മക്കൾ കയറ്റാം, പൊന്മല കയറ്റാം. പരിശുദ്ധ മാതാവേ,
നീണ്ടവനെ താനോ ഞങ്ങൾ വണങ്ങുന്നു പാദങ്ങൾ. 14 സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം കല്ലയിൽ സംസാരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു. ലോകത്തെ അനന്തരം പിലാത്തോസിന്റെ അനുവാദത്തോടെ റംസാൻകാരനെ ഔസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 രാത്രിയോളം സുഗന്ധക്കൂട്ടുകളുമായി നിക്കതോമസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തലച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബദം ആരംഭിച്ചിരുന്നത് കൊണ്ടും കല്ലറ അടുത്തായിരുന്നത് കൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങ് എന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധ കഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോടെ മരിക്കുന്നവർ അങ്ങയോടെ ജീവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. മാമോദിസ വഴി ഞങ്ങളും അങ്ങയോട് കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സർവസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം ആഹാരം വിതരണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ പ്രതിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിക്കണമേ. ആവി അനുഗ്രഹിക്കണമേ. മാതാവേ, കൃഷ്ണായ കർത്താവിന്റെ തിരുമുറിവാൽ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മലയിൽ നിന്ന് സ്നേഹം നിറഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശതാരം നിന്നെ സ്നേഹത്തിരം നിർമ്മയം നന്ദിയില്ലാത്തവർ ചിന്തയില്ലാത്തവർ നാദാവോർക്കേണമേ നിന്റെ വരങ്ങൾ നിന്റെ സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തിരുക്കൻ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച് അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ കാവൽത്താൽ ചെയ്ത് തിരക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരക്കത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരണം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര വിലയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്നത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പിഴകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങൾ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, അങ്ങേ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, നന്മ നിറഞ്ഞ സമയത്തും തമ്പ്രാന്റെ ആമേ. സ്നേഹം നിറഞ്ഞവരെ, നമ്മള് ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിലാണ് നമ്മളിന്ന് ഈ കുരിശിൻ്റെ വഴി നടത്തിയത്. ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിൽ കുരിശിൻ്റെ വഴി നടത്തി മനസ്താപത്തോടുകൂടി പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ പൂർണ്ണ ദണ്ഡവിമോചനമാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുക. പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെയുള്ള സകല പാപങ്ങൾക്കും കർത്താവ് ചിന്തിയ രക്തത്തിന് വിലയാൽ പൊറുതി കിട്ടുന്ന സമയമാണ്. അത് 1-2 കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുക. ആരുടെയെങ്കിലും നമ്മുടെ മനസ്സിൽ ആരും വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുക.
ഈ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായ വ്യക്തിയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നോളം നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങൾക്കും നമുക്ക് പരിഹാരം അനുഷ്ഠിച്ച് മനസ്താപ്രകരണം ചെല്ലാം. മനസ്താപ്രകരണം. പാപം ചെയ്തു പോയ ഉന്നതത്തോടെ മനസ്സിലാക്കുകയും സ്നേഹിക്കുന്നു. എന്റെ പരിശുദ്ധ മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി ഒരു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നന്മ പറഞ്ഞു പറയുമേ ഒരു തിരുത്തും ചൊല്ലി നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവായ ദൈവമേ അങ്ങനെ പരമേൽപ്പിച്ചിരുന്ന പൗരോഹിത്യ അധികാരത്താൽ യേശുവിന്റെ നാമത്തില് ഈ പരിഹാര പ്രദേശത്തിൽ പങ്കുചേർന്ന് കുരിശിന്റെ വഴി നടത്തി ഈ 14-ാം സ്ഥലം പൂർത്തിയാക്കി സമാപന ആശീർവാദം മേടിക്കുന്ന മക്കളുടെ എല്ലാ കറകളും കടങ്ങളും പൊറുക്കണമേ. ജനിച്ച നാളുകൾ ഇന്നു മുതലേ വിചാരത്താലോ ചിന്തയാലോ പ്രവൃത്തിയാലോ അറിഞ്ഞോ അറിയാതെ ചെയ്ത സകല പാപങ്ങളെ ക്ഷമിച്ച് പ്രത്യേകിച്ച് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് അനുവദിച്ചിരിക്കുന്ന ദണ്ഡവിമോചന ശക്തിയാൽ സകല പാപങ്ങളിൽ നിന്നും മോചനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഇവരെയും ഇവരുടെ വരുന്ന തലമുറയെ ഇവരുടെ കുടുംബത്തെയും ഇവരുടെ പാരമ്പര്യത്തെ മുഴുവനും കർത്താവായ യേശുവിന്റെ തിരുഹൃദയത്തിൽ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വാസം നമുക്ക് ഏറ്റുമില്ല. സർവശക്തനായ പിതാവും പാപങ്ങളുടെ മോചനത്തിലും ഒത്തിരി നന്ദി പറയുകയാണ്. ഗ്രൂപ്പിൽ പങ്കുചേരാൻ സാധിച്ചത് ഒത്തിരി നന്ദി പറയുന്നു. ദൈവത്തിന്റെ കൃപ അനുഗ്രഹങ്ങൾക്ക് ഉണ്ടാകട്ടെ. നമ്മുടെ പോരാട്ടം നമ്മൾ നിർത്തുന്നില്ല. തിന്മയ്ക്കെതിരെ, മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം, നമ്മുടെ പ്രാർത്ഥനയും നിരന്തരം നമുക്ക് തുറന്നുകൊണ്ടിരിക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. സഹപ്രവർത്തകരെ, നമ്മൾ 14 സ്ഥലവും അനുതാപത്തോടു കൂടി നമ്മൾ ഈ കുരിശിന്റെ വഴി അർപ്പിച്ചു. അതിൽ ഏറ്റവും നമുക്ക് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോയി അച്ഛൻ നമ്മുടെ കൂടെ ആരംഭം മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ക്ലാസ് തരികയും നമ്മളോടൊപ്പം 14 സ്ഥലവും സമാപന പ്രാർത്ഥനയും സമാപന ആശീർവാദവും നൽകി ജോയി അച്ഛൻ നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ വാക്കുകളൊന്നും മാറിയില്ല. അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. കണ്ണിമ ചിമ്മാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ജോയി അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ജോയി അച്ഛന്റെ ഈ ത്യാഗത്തിന്, ഈ പരിഹാര പ്രദർശനത്തിന് നമ്മളോടൊപ്പം ത്യാഗം സഹിച്ച് ഇവിടം വരെ എത്തിയതിന് ഞങ്ങൾ അച്ഛന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും അച്ഛനുണ്ടായിരിക്കും. അച്ഛന്റെ പ്രാർത്ഥനയിൽ എഫാത്ത പ്രാർത്ഥനാ കൂട്ടായ്മ എന്നും ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാത്രം പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കഞ്ഞി കുടിക്കാം. വടക്കനച്ഛൻ നമുക്ക് കഞ്ഞി തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ മുൻ സഹവികാരി ഫാദർ ജോസ് വടക്കൻ നമുക്ക് വേണ്ടി കഞ്ഞി തയ്യാറാക്കിയിട്ടുണ്ട്. അതും കഴിക്കാം. സന്തോഷത്തോടെ നമുക്ക് മലയിറക്കം ആരംഭിക്കാം. ഓക്കെ.